ഹായ് ഗായ്സ്, എൻ്റെ പേര് രഹ്ന. ഞാൻ കഴിഞ്ഞ ദിവസം ബൺമസ്ക ബിസിനസ്സിലോട്ട് എത്തിയത് എങ്ങനെയാ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആക്ച്വലി ഞാൻ ഒരു Q&A വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി ഫുള്ള് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു വരുന്നു. അതിൽ പറയാത്തയും കുറെ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ടായതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഞാനൊരു Q&A വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ, ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാനൊരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. അപ്പൊ അതിൽ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ വീഡിയോസിലും വന്ന കുറച്ച് കമന്റ്സിന്റെ ഒക്കെ റിപ്ലൈ ആണ് ഇന്ന് കൊടുക്കുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. കമന്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. കുറച്ച് കമന്റ്സ് എല്ലാം കൂടി ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിപ്ലൈ ആണ് ഇന്ന് ഞാൻ തരുന്നത്. അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീട് എവിടെയാണെന്നാണ്. ഓക്കെ, അപ്പൊ വീട് എവിടെയാണെന്ന് വെച്ചാൽ എന്റെ വീട് ട്രിവാൻഡ്രത്താണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ കാരണം, ഞാൻ ചില ഷോർട്സിലൊക്കെ ഞാൻ മൂവാറ്റുപുഴ എന്ന് പറയാറുണ്ട്, ട്രിവാൻഡ്രം എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും. ബേസിക്കലി എന്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാനിപ്പോ ഈ ഒരു ബൺമസ്ക ബിസിനസ് ചെയ്യുന്നത് ഇവിടെ മൂവാറ്റുപുഴയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് മൂവാറ്റുപുഴ എന്റെ സിസ്റ്ററിന്റെ വീട്ടിലോട്ട് വന്നതാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, അങ്ങനെ ഇവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ, സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ഏത് കോഴ്സാണ് എടുക്കുക ഇനി? അതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്, ഞാനിപ്പോ PG കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ഉറപ്പായിട്ടും ഞാൻ അടുത്തത് പഠിക്കുന്നുണ്ട്. ഞാൻ അടുത്തത് എനിക്ക് ഒരു PhD ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്റെ ഫ്യൂച്ചർ പ്ലാൻ PhD ആണ്. അതെന്റെ വലിയൊരു ഡ്രീമാണ്. എനിക്ക് സത്യത്തിൽ ഞാൻ PG പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു PhD ചെയ്യാന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് വെച്ച് എന്റെ സാറൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാവരും ഒരു പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഓരോന്ന് എഴുതി കൊടുത്തു. അപ്പൊ ഞാൻ എഴുതി കൊടുത്തതിൽ എനിക്ക് ഏതെങ്കിലും കമ്പനീസിൽ ജോലിക്ക് കയറണം, ഏതെങ്കിലും പ്രൈവറ്റ് ജോലിക്ക് കയറണം എന്നൊക്കെ എഴുതി കൊടുത്തത്. ലാസ്റ്റ് ഞാൻ ഒരു ND ഇട്ടിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് PhD ഇഷ്ടമല്ല, ഞാൻ PhDക്ക് ഒരിക്കലും ചേരില്ല എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും, ഇവർക്ക് എപ്പോഴാണ് ഈ PhD ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ വന്നത്. പക്ഷെ ഞാൻ ഈ റിസൾട്ട് ഒക്കെ വന്ന് ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇനി ചെറുതിലോട്ടൊന്നും പോയാൽ പറ്റൂല, ഇനി എല്ലാം വലുത് വലുത് എന്ന സ്വപ്നം കാണണം എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ PhD ചെയ്തിട്ട് ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞൂടാ. ചെയ്യന്നെ അത് തന്നെ. അപ്പോ അതാണ് എന്റെ അടുത്തൊരു ഡ്രീം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ഒരു PhD ചെയ്യണം. അപ്പൊ അതിന്റെ കോച്ചിങ്ങിനൊക്കെ പോകണം. അപ്പൊ അതൊക്കെയാണ് ഇപ്പത്തെ ഒരു ആഗ്രഹം. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ അംബീഷൻസും ഗോൾസ് എല്ലാം മാറാറുണ്ട്. അപ്പൊ ഇത് എനിക്ക് മാറുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പത്തെ എന്റെ ഒരു അംബീഷൻ അതാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട്, മാരിഡ് ആണോ? മാരിഡ് അല്ല. ഏത് കോളേജാണ് പഠിച്ചത്? ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് SM കോളേജ് ചെമ്പഴന്തിയാണ്. അതേപോലെ PG ചെയ്തത് SM കോളേജ് കൊല്ലമാണ്. രണ്ടും ശ്രീനാരായണ കോളേജിൽ തന്നെയാണ്. ഒരെണ്ണം ചെമ്പഴന്തി, ഒരെണ്ണം കൊല്ലത്തുമാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, എന്റെ വീട്ടില് ഉമ്മച്ചി, പാപ്പച്ചി, ഞാന്, എന്റെ സിസ്റ്റർ, ബ്രദർ, ഞങ്ങൾ 5 പേരാണുള്ളത്. സിസ്റ്ററിന്റെ മാരേജ് കഴിഞ്ഞു. സിസ്റ്ററും ഹസ്ബൻഡും അവർ രണ്ടുപേരും 2 മക്കളുണ്ട്. അപ്പൊ അവര് ഇപ്പൊ മൂവാറ്റുപുഴയാണ് നിൽക്കുന്നത്. അതേപോലെ വാപ്പച്ചിയും എന്റെ കാക്ക ഗൾഫിലാണ്. ബൺമസ്ക ബിസിനസ് ചെയ്യാൻ കാരണം, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ PG കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചുമ്മാ അന്നത്തെ ട്രെൻഡിങ് ആയിരുന്നു ബൺമസ്ക. അപ്പോ വെറുതെ ഒന്ന് തുടങ്ങിയതാണ്. ചെറിയൊരു പോക്കറ്റ് മണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോ അത്രേ ഉള്ളൂ, അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തതുണ്ടെങ്കിൽ കാണണേ. ജോബ് ഓർ ബിസിനസ്? ജോബ്, ബിസിനസ് രണ്ടുമുണ്ട്. അത് സത്യം പറഞ്ഞാ എനിക്ക് അറിഞ്ഞൂടാ. കുറെ പേര് പറയും 9 to 5 ജോബിനെക്കാട്ടി എന്തുകൊണ്ട് നല്ലത് ഒരു ബിസിനസ്, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മളാണ് അവിടുത്തെ രാജാവ്, നമുക്ക് തന്നെ എല്ലാം തീരുമാനിക്കാം എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് സത്യത്തിൽ അറിഞ്ഞൂടാ. ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ബിസിനസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, നമുക്ക് ടൈം ഉണ്ടാവില്ല ഒട്ടും. ഫുൾ ടൈം നമ്മൾ തിരക്കായിരിക്കും, ബിസി ആയിരിക്കും. അതിപ്പോ നമ്മൾ ഈ ഒരു ചെറിയ ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഫുൾ ടൈം അതിന്റെ പിറകിലായിരിക്കും, നമുക്ക് വേറെ ഒന്നിനും ടൈം കിട്ടത്തില്ല. പക്ഷെ ആദ്യത്തെ കുറച്ചുനാൾ സ്ട്രഗ്ലിംഗ് പീരീഡ് ആണെങ്കിലും പിന്നെ ചിലപ്പോൾ ഇത് ക്ലച്ച് പിടിച്ചാൽ നല്ലതായിരിക്കും തോന്നുന്നു. സത്യത്തിൽ എനിക്ക് ജോബ് വേണമെന്നാണ് ആഗ്രഹം. അതിന്റെ കൂടെ ബിസിനസ്സും കൂടെ ചെയ്യണമെന്നാണ് ആഗ്രഹം. രണ്ടും ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ. കുറെ പേര് പറയും ജോബ് ചെയ്യുന്നത് ഭയങ്കര സ്ട്രെസ് ആണെന്ന് പറയാറുണ്ട്. വേറൊരാളുടെ അണ്ടറിൽ നിൽക്കുന്നതൊക്കെ ഭയങ്കര സ്ട്രെസ് ആണെന്ന് പറയാറുണ്ട്. ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ രണ്ടും പ്രിഫർ ചെയ്യും. ഓക്കെ, ബൺമസ്ക ഷോപ്പ് ഇടാനുള്ള ഇൻസ്പിറേഷൻ, പ്രോഫിറ്റ്, വീട്ടിൽ സമ്മതിച്ചോ ഷോപ്പ് ഇടാൻ? അപ്പൊ ബൺമസ്ക ബിസിനസിന്റെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പിറേഷൻ ഒന്നുമില്ല. എന്തുവാ, ഇവിടെ ഒരു കേരളത്തിൽ വലിയൊരു ട്രെൻഡ് വന്നു, എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നു. അപ്പൊ ഞങ്ങളും അത് ഫോളോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഇങ്ങനെ ബൺമസ്ക ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിച്ചു, ചെയ്തു. അത്രേ ഉള്ളൂ. വീട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. തുടങ്ങുമെന്ന് പറഞ്ഞു, അതാണ് ഇൻസ്പിറേഷൻ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു.
പ്രോഫിറ്റ് ഞാൻ ഓൾറെഡി പ്രോഫിറ്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സ് ആയിട്ട്. അപ്പൊ നമ്മൾ 50 ബണ്ണാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു പ്രോഫിറ്റ് ഏകദേശം ഒരു 300-400 റേഞ്ചിലൊക്കെ ആയിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷേ 50 ബണ്ണ്, 100 ബണ്ണാകുമ്പോൾ അതിന്റെ ഇരട്ടിയാവും, ഒരു 200 ബണ്ണാകുമ്പോൾ അതിന്റെ ഇരട്ടിയാവും. അങ്ങനെ ആദ്യമൊക്കെ നല്ല നല്ല സെയിൽ ഉണ്ടായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചല്ലോ. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് ആണല്ലോ, നമുക്ക് എല്ലാ കാലവും അതങ്ങനെ ഒട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റൂല. ഒരു ട്രെൻഡ് വരും, അത് കഴിയുമ്പോൾ നമ്മൾ നിർത്തിപ്പോണം. അതാണ് അതിന്റെ ഒരു ശരി. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇത് എല്ലാവരും സ്ഥിരമാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാര്യമാണെന്ന്. അപ്പൊ അങ്ങനെ വീട്ടിൽ സമ്മതിച്ചു, ഷോപ്പിടാൻ സമ്മതിച്ചു. വീട്ടില് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാനും എന്റെ സിസ്റ്ററും അളിയനും, ഞങ്ങൾ 3 പേരും കൂടിയാണ് ചെയ്യുന്നത്. ഞങ്ങള് ഒരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അളിയൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഈ സാധനം എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകും. എന്റെ സിസ്റ്ററിന് 2 മക്കളുണ്ട്. അതിലൊരാൾ നല്ല കുഞ്ഞാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അളിയൻ പോയിട്ട് എന്റെ ഉമ്മച്ചീനെയും ഈ 2 മക്കളെയും കൂടെ വിളിച്ചിട്ട് വരും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട്, ആ ഒരു ഏരിയയില്. ഫീഡ് ചെയ്യേണ്ടതുണ്ട് അവർക്ക്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോയി ചെയ്യുന്നത്. സംഭവം വൈകുന്നേരം വെറുതെ ഇരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ചെയ്യാലോ എന്ന് ആലോചിച്ച് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ബിഗ് ഗോൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബിഗ് ഗോൾ എന്താ? PhD ചെയ്യണം, ഒരു ജോബ് മേടിക്കണം. അതാണ് ബിഗ് ഗോൾ. സത്യം. പഠിക്കുക എന്നാ ജോബ് കിട്ടാന്ന് എല്ലാരും ചോദിച്ചു തുടങ്ങി. പക്ഷേ ജോബ് കിട്ടാൻ ഇനി കുറെ പഠിക്കണം. എന്ത് ചെയ്യാനാണ്? നമ്മുടെ അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. കുറെ പേര് ഡോക്ടേഴ്സിന്റെ അവസ്ഥ, എഞ്ചിനീയേഴ്സിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിടാറുണ്ട്. അതേപോലെ ഈ ഡിഗ്രിക്കാരുടെ അവസ്ഥ ആരും ഇടാറില്ല. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം അടുത്തത്. സീരിയസ്ലി, ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് നമ്മളൊരു ലൂപ്പിൽ ഇങ്ങനെ അകപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ചെറിയ ഒന്നിലും പോകാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ പറയും ഒരു PSC ജോബിനൊന്നും പോവല്ലേ എന്ന് പറയും. അതായത് ഒരു LD ക്ലർക്ക് അങ്ങനെയൊന്നും പോവരുത്, നിങ്ങൾ ഇത്രയും പഠിച്ച എന്തിനാന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ശരിയാണല്ലോ, +2 കഴിഞ്ഞാൽ ഡയറക്റ്റ് LD ക്ലർക്ക് ആവായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും പഠിച്ചെന്ന് ആലോചിക്കും. പക്ഷേ ദ ട്രൂത്ത് ഈസ് അവർക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ട്. നമുക്ക് ഇത്രയും പഠിച്ചെന്ന് പറഞ്ഞ് നമുക്ക് മന്ത്ലി ഒന്നും കിട്ടുന്നില്ല. നമ്മളിപ്പോഴും വീട്ടുകാരെ തന്നെയല്ലേ ചോദിച്ച് പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് സ്വന്തമായിട്ട് ഏർണിങ്സ് ഉള്ള ഒരു ജോബ് കിട്ടുക എന്നുള്ള എന്റെ ബിഗ് ഗോൾ. സ്റ്റഡി റുട്ടീൻ പറയോ? BSCക്കും റാങ്ക് ഉണ്ടായിരുന്നു. സ്റ്റഡി റുട്ടീൻ ഉറപ്പായിട്ട് ഞാൻ പറയാം. കാര്യം ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ചാനലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതൊരു ഫുഡ് റിലേറ്റഡ് ചാനലായി പോയി. രണ്ടും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. സ്റ്റഡി റിലേറ്റഡ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. എന്റെ ഒരു സ്റ്റഡി റുട്ടീൻ എങ്ങനെയാണ് ഒരു റാങ്കിലോട്ട് എത്തിച്ചേർന്നത്, ആ ഒരു ടൈപ്പ് വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഇൻക്ലൂഡിങ് എന്റെ ഫ്രണ്ട്സ് വരെ ചോദിക്കാറുണ്ട് നീ എങ്ങനെയാ പഠിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ BSCക്ക് റാങ്ക് ഇല്ലായിരുന്നു. BSCക്ക് ക്ലാസ് ടോപ്പർ ആയിരുന്നു, പക്ഷെ റാങ്ക് ഇല്ലായിരുന്നു. MSCക്കാണ് റാങ്ക് ഉണ്ടായിരുന്നത്. എന്തൊക്കെ മാറ്റമാണ് ഞാൻ BSCന്ന് MSC എത്തിയപ്പോൾ സ്റ്റഡി റുട്ടീൻസിൽ വരുത്തിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ എല്ലാം ചേർത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ ഈ ബൺമസ്ക വീഡിയോ ഇടാൻ നേരത്ത് അതിൽ വന്ന ഒരു കോമൺ ആയിട്ട് വന്ന കുറെ പേര് സപ്പോർട്ടീവ് ആണ് കേട്ടോ. കുറെ പേര് സപ്പോർട്ടീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും ഫുൾ സപ്പോർട്ട്, കണ്ടിന്യൂ അടിപൊളിയായിട്ട് പോട്ടെ, കുറെ ബ്ലെസ്സിങ്സും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. കുറെ പേര് നെഗറ്റീവ്, ഞാൻ എന്റെ ഫസ്റ്റ് വൈറലായ വീഡിയോയ്ക്ക് കൂടുതൽ പേര് നെഗറ്റീവ് ആണ് വന്നത്. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല. അതിൽ കൂടുതലായിട്ടും എനിക്ക് ആ ഒരു വീഡിയോ ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് എന്റെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു ക്രീം കളയുന്ന വീഡിയോ. അപ്പൊ അതിൽ കൂടുതൽ പേരും ചോദിച്ചത് എന്തിനാണ് വെറുതെ ക്രീം കളഞ്ഞത്, അയൽവക്കക്കാർക്ക് കൊടുത്തൂടെ, അവിടെ വഴിയിൽ എത്രയോ പേര് ഫുഡ് ഇല്ലാതിരിക്കുന്നു അവർക്ക് കൊടുത്തൂടെ, നിങ്ങൾക്ക് കഴിച്ചൂടെ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വന്നു. അതിന്റെ ബേസിക്കലി ആ ക്രീം നാശമായി. അതായത് അന്ന് നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് കുട ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, അതിൽ ചോർച്ചയുണ്ട്, ഇടയിൽ കൂടെ വെള്ളം വരുന്നുണ്ട് താഴോട്ട്. അപ്പൊ ഈ വെള്ളം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ക്രീം മൂടി വെച്ചേക്കുന്ന പാത്രം നമ്മൾ തുറക്കുന്നു, ക്രീം തേച്ച് കൊടുക്കുന്നു, പിന്നെ അടയ്ക്കുന്നു, അങ്ങനെയാണല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെള്ളം വല്ലതും വീണതായിരിക്കാം. വീട്ടിൽ എത്തിയപ്പോ നാശമായി. ചെറിയൊരു സ്മെല്ല് വന്ന് തുടങ്ങി. അങ്ങനെ അത് കളയാണ് ചെയ്തത്. അല്ലാതെ മനഃപൂർവ്വം വേറെ ആർക്കും കൊടുക്കാത്തതോ അല്ലെങ്കിൽ ഞങ്ങള് അടിപൊളി ക്രീമാണ് കൊടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം കളഞ്ഞതൊന്നും അല്ല. സോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. ആ ഒരു വീഡിയോയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ തന്നത്. ബൺമസ്കയുടെ റേറ്റ് 30 രൂപ. നോർമൽ ബൺമസ്കയ്ക്ക് 30 ചോക്ലേറ്റ് ആകുമ്പോൾ 50, കുനാഫയും കൂടെ വരാൻ നേരത്ത് 60. ആ ഒരു റേഞ്ചിലാണ് പോയത്. ബട്ടർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബട്ടർ ഏതാണെന്ന് ചോദിച്ചായിരുന്നു. അമൂലിന്റെ അൺസോൾട്ടഡ് ബട്ടറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 മാസം അടുപ്പിച്ച് ആവാറായി. അപ്പോൾ ഇതിൽ കമന്റ് ചെയ്ത എല്ലാവർക്കും
താങ്ക് യു. നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റിയത്. അപ്പം ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. അതായത് എനിക്ക് ഈ ഒരു വീഡിയോ കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അതേപോലെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള കണ്ടന്റ് ഏതാണെന്ന് കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. പിന്നെന്താ, ആ അത്രയൊക്കെ ഉള്ളൂ. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോ ബൈ ബൈ.